ഒരു കോളേജിൽ ഒരു മാഡം തന്നെ വിദ്യാർത്ഥിയുടെ മേൽ ആകൃഷ്ടയായി. പക്ഷേ പിന്നീട് സംഭവിച്ചത് കാണുമ്പോൾ നിങ്ങളും ഞെട്ടിപ്പോകും. കോളേജിൽ നീ എന്റെ വിദ്യാർത്ഥി, ശരി, പക്ഷേ എന്റെ വീട്ടിൽ നീ വിദ്യാർത്ഥിയല്ല. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. രാജു, എനിക്ക് ഇനി സഹിക്കാൻ വയ്യ. എന്തുകൊണ്ട്? എന്റെ യൗവനം ഉള്ളിൽ വല്ലാതെ വേദനിക്കുന്നു. അതുകൊണ്ട് നീ എനിക്ക് ഔഷധമാകണം. രാജു, നീ മാത്രമേ എന്റെ ഉള്ളിലെ വേദന മാറ്റാൻ പറ്റൂ. ഞാൻ ഇനി എന്നെ നിയന്ത്രിക്കുന്നില്ല. ഓരോ നിമിഷവും നിന്റെ അടുത്ത് വരാനുള്ള ആഗ്രഹം കൂടിക്കൂടി വരികയാണ്. പക്ഷേ ആ നിമിഷത്തിൽ തന്നെ രാധിക രാജുവിനെ അടുത്തേക്ക് വലിച്ചെടുപ്പിച്ച് അവന്റെ ചുണ്ടുകളിൽ ചുംബിച്ചു. രാജു ഒരു നിമിഷം ഞെട്ടിനിന്നു. പക്ഷേ അടുത്ത നിമിഷം അവനും തടുക്കാനായില്ല. ഇരുവരും വികാരങ്ങളുടെ ആർദ്രതയിൽ തെറ്റായ ഒരു ചുവട് വച്ചുപോയി. ആ രാത്രി അവരുടെ ബന്ധത്തിന്റെ അതിർവരമ്പുകളെ മാറ്റിമറിച്ചു. ആ നിമിഷം സന്തോഷം മാത്രം നൽകി. രാജു ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നുള്ള ബാലൻ. വീട് വളരെ ബുദ്ധിമുട്ടി നടക്കുന്നു. എങ്കിലും കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്നു. സ്വന്തം അധ്വാനത്താൽ ഫീസ് അടയ്ക്കുന്നു. 12 ക്ലാസ് ഫൈനൽ പരീക്ഷാ ഫലം വന്നപ്പോൾ 700-ൽ 600 മാർക്ക് കണ്ട് രാജു അത്ഭുതപ്പെട്ട് സന്തോഷിച്ചു. വീട്ടുകാരും അധ്യാപകരും എല്ലാം അഭിമാനിച്ചു. ഒരു ദിവസം ഗുരുനാഥൻ വിളിച്ച്, രാജു, നീ ഞങ്ങളുടെ സ്കൂളിന്റെ പേര് ഉയർത്തി. ഇനി നല്ല കോളേജിൽ ചേരും എന്ന് ആശംസിച്ചു. കുറച്ച് ദിവസങ്ങൾക്കകം രാജു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. പുതിയ നഗരത്തിലെ ആദ്യ ദിവസം കോളേജ് ഗേറ്റിന് മുന്നിൽ നിന്ന് സ്വയം പറഞ്ഞു, ഈ ദിവസം ഒരിക്കലും മറക്കില്ല. ക്ലാസ്സിൽ ചെന്നപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ മാഡം രാജുവിനെ കണ്ട് മന്ദഹാസം തൂകി. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ മാഡം പിന്നിൽ നിന്ന് വിളിച്ചു, രാജു, കുറച്ചു നിൽക്കൂ, നിന്നോട് സംസാരിക്കാനുണ്ട്. നീയാണോ 700-ൽ 600 കൊണ്ടുവന്നത്? അതെ മാഡം. വളരെ നല്ലത്. നീ കഴിവുള്ള വിദ്യാർത്ഥി. എന്റെ കൂടെ കോച്ചിംഗ് എടുത്ത് എന്റെ വീട്ടിൽ തന്നെ താമസിച്ച് പഠിക്കേ. രാജു ആദ്യം മടിച്ചു. പക്ഷേ പിറ്റേ ദിവസം ശരി മാഡം എന്ന് സമ്മതിച്ചു. ക്ലാസ് കഴിഞ്ഞ് ഇരുവരും കാറിൽ മാഡത്തിന്റെ വീട്ടിലേക്ക് പോയി. ആ വലിയ സുന്ദര വീട് കണ്ട് രാജു ഞെട്ടി. പുറത്ത് തന്നെ നിൽക്കുമോ, അകത്ത് വാ എന്ന് മാഡം ചിരിച്ചുകൊണ്ട് വിളിച്ചു. മാഡം, ഇവിടെ ആരെല്ലാം താമസിക്കുന്നു? അച്ഛനും അമ്മയും ഇത്തിരി മുൻപ് പോയി. ഇനി ഞാൻ മാത്രം. ആ വാക്ക് കേട്ട് രാജുവിന് സങ്കടം തോന്നി. മാഡം തുടർന്നു, ഇതാണ് നിന്റെ റൂം. ഇനി ഇവിടെ തന്നെ താമസിക്കേ. മുറിയും ഫർണിച്ചറും ശുചിത്വവും കണ്ട് രാജു അമ്പരന്ന് നിന്നു. അത്താളം, രാത്രി വിശ്രമം, പിറ്റേന്ന് രാവിലെ കോളേജ്, ഇങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മാഡത്തിന്റെ കണ്ണുകൾ എപ്പോഴും രാജുവിലേക്ക്. ഒരു ദിവസം കോളേജ് കഴിഞ്ഞ്, ഇന്ന് നേരെ വീട്ടിൽ പോകുന്നില്ല, കുറച്ച് ചുറ്റിയാലോ എന്ന് റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയി. ഭക്ഷണം കഴിച്ച് സംസാരിച്ച് ചിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാജു റൂമിലേക്ക് പോകാൻ നടന്നപ്പോൾ രാധിക വിളിച്ചു, രാജു, 5 മിനിറ്റ് എന്നോടൊപ്പവും ചെലവഴിക്കില്ലേ? രാജു മടിച്ച് അടുത്ത് ചെന്നു. രാധിക സോഫയിൽ ഇരിക്കുകയായിരുന്നു. ഇവിടെ വാ, എന്റെ അടുത്ത് ഇരു. രാജു അല്പം അകലെ ഇരുന്നു. രാധിക തന്നെ അടുത്ത് വന്ന് മൃദുവായി പറഞ്ഞു, രാജു, കോളേജിൽ നീ എന്റെ വിദ്യാർത്ഥി. പക്ഷേ ഈ വീട്ടിൽ നമ്മൾ ഇരുവരും സുഹൃത്തുക്കൾ. ഇത്ര മടി വേണ്ട, തുറന്ന് സംസാരിക്കേ. രാജു മിണ്ടാതിരുന്നു. രാധിക ഗൗരവത്തോടെ തുടർന്നു, നിന്നെ ഇവിടെ വിളിച്ചത് ഭക്ഷണമുറക്കം മാത്രമല്ല, ഈ വലിയ വീട് എനിക്ക് ജയിൽ പോലെ തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, ആരുമില്ല.